ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കണം, ടേസ്റ്റി ആകണം. അത്തരമൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള സിമ്പിൾ റെസിപ്പി. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയിടുക. കൂടെ അരക്കപ്പ് വെള്ളവും ഫ്ലേവറിനായിട്ട് ഏലക്കായും. ഇത് അരച്ചെടുത്ത് മാറ്റി വെക്കുക. പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണ് ഷുഗർ ചേർക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഒഴിക്കുക. കൂടെ മിക്സിയുടെ ജാറിൽ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഒഴിക്കുക. നന്നായി മിക്സ് ചെയ്ത് 10 മിനിറ്റ് ഇത് അടച്ചു വെക്കണം. ആ സമയം വെള്ളമെല്ലാം ഈ പൊടി വലിച്ചെടുക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് പൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് പുട്ടുകുറ്റിയിലിട്ട് പുട്ട് പോലെ ഉണ്ടാക്കാം. എന്നാൽ ഇത് വേറൊരു പലഹാരമായതിനാൽ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കുക. വെള്ളം കൂടിപ്പോകരുത്. വീഡിയോയിൽ കാണുന്ന കൺസിസ്റ്റൻസിയിൽ. ഇനി ഈ സമയം സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. ഈ പലഹാരം ഞാൻ നെയ്യ് പുരട്ടിയ ചെറിയ സ്റ്റീൽ ബൗളിലാണ് ഉണ്ടാക്കുന്നത്. നെയ്യോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് പുരട്ടാം. ഇനിയും ബൗളിന് പകരം പ്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. ഓയിലൊക്കെ പുരട്ടിയ ശേഷം ഓരോ പാത്രത്തിൻ്റെയും 1/4 ഭാഗം ഈ കൂട്ട് നിറയ്ക്കുക. അതിനുശേഷം സ്റ്റീമറിൽ 15 മിനിറ്റ് വെച്ച് സ്റ്റീം ചെയ്യുക. 15 മിനിറ്റ് കഴിയുമ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാം. കാരണം ഇത് ചൂടോടെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെ എല്ലാം പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കുക. ഒരു വെറൈറ്റി പലഹാരം. എപ്പോഴും പുട്ടും ഇടിയപ്പവും അപ്പവും ഒക്കെ കഴിക്കുന്നതിന് പകരം ഇങ്ങനെ കൂടി ഉണ്ടാക്കി നോക്കുക. സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. കറികൾ കൂട്ടി കഴിക്കാൻ സാധിക്കുന്ന ഈ പലഹാരം തേങ്ങ അരയ്ക്കുന്നതിന് പകരം പുട്ടുപൊടിയിൽ പശുവിൻ പാൽ ഒഴിച്ച് കുതിർത്ത ശേഷം ചിരകിയ തേങ്ങ ഇട്ടും ഇത് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. പ്ലേറ്റിൽ കോരി ഒഴിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉണ്ടാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാം. എന്തായാലും പുട്ടും ഇടിയപ്പവും ഒക്കെ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഉപയോഗിക്കാവുന്ന ഈ പലഹാരം ടേസ്റ്റിയാണ്, സിമ്പിളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.